എടി ഇത് രക്തം എവിടെത്തറിയോ? പാലക്കാട് പുതുനഗരം എന്ന നാട്ടിലെ രക്തം ഷാഹുലമീദിന്റെ ബ്ലഡാണ് ഇതിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ വാപ്പ എന്തായിരുന്നു എന്ന് ജനങ്ങളോട് ചോദിച്ചാൽ മനസ്സിലാവും. അന്നത്തെ കാലത്തെ ജനങ്ങളോട് ഇന്നും ജീവിച്ചിരിപ്പുണ്ടടി. കാണിക്കാൻ പറഞ്ഞ വാപ്പ എന്തായിരുന്നടി? കഞ്ചാവ് അടിച്ചുകൊണ്ട് പപ്പരപ്പ ആയിരുന്നില്ലടി. ഞാൻ എന്റെ ഉമ്മച്ചിനോട് വന്നു, സംസാരിച്ചു. എന്റെ ഉമ്മച്ചി ഒരുത്തപ്പെട്ട് തന്നു. എന്റെ ഉമ്മച്ചി ചിരിക്കണണ്ട, എന്റെ ഉമ്മച്ചി ചിരിക്കണണ്ട. ഞാൻ മരിച്ച ഖബറിൽ പോയായിരുന്നു എനിക്ക് തെല്ലടി. അങ്ങനെ ആക്കിയിട്ടില്ലടി പറഞ്ഞു പോയത്. എന്താ ഞാൻ പറയാത്ത ഒന്നുമില്ല. അതൊന്നും അവിടെ ഒരു എടുത്തിട്ടില്ല. ലാസ്റ്റ് അടുക്കളയിലേക്ക് ഞാൻ വാതിൽ ചാരാനും പോയത് അവിടെ എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് വീഡിയോ ഇത് ഓണാക്കിയിട്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അഭിനയകുലയുടെ ചക്രവർത്തിയായ നമ്മുടെ ഷാഹിദ ഷാജിയുടെ പറ്റിക്കൽ നാടകം തുടരുകയാണ്. സ്വന്തം ഉമ്മയെയും കുടുംബക്കാരെയും എല്ലാം കണ്ടന്റാക്കി മാറ്റിക്കൊണ്ട് പല രൂപത്തിലുള്ള വീഡിയോ, ചുരുക്കി പറഞ്ഞാൽ വളരെ മോശകരമായ രീതിയിൽ ഉമ്മയുടെ വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിലിട്ട് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഉണ്ടാക്കിയെടുത്ത ആളാണ് നമ്മുടെ ഷാഹിദ ഷാജി. അതൊന്നും മലയാളികൾ മറന്നു കാണാൻ വേണ്ടി സാധ്യതയില്ല. എന്നാൽ ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ഉമ്മയോട് നന്നായി എന്നും ഉമ്മ എനിക്ക് മാപ്പ് തന്നു എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു ഉടായ്പ് നാടകവുമായിട്ട് ഷാഹിദ ഷാജി രംഗത്തെത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിന് വലിയ ആയുസൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഏകദേശം ഒരു ദിവസം എടുക്കുന്നതോടുകൂടി തന്നെ അതല്ല ഉണ്ടായത് എന്നും ഞാൻ ഒരിക്കലും എൻ്റെ ഷാഹിദ ഷാജിയോട് പൊരുത്തപ്പെട്ട് കൊടുക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയുടെ ഒരു ഞെട്ടിക്കുന്ന വോയിസ് ക്ലിപ്പും ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് കൂടി ചെയ്ത ശേഷം കാണാൻ വേണ്ടി നോക്കുക. നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ആദ്യമായി ഷാഹിദ ഷാജി ഉമ്മ പൊരുത്തപ്പെട്ടു തന്നു എന്ന് പറഞ്ഞ് ഇറക്കിയ വീഡിയോയുടെ ഏതാനും ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. അപ്പൊ ഞാൻ എന്റെ വീട്ടിലാണുള്ളത്. ഞാൻ എന്റെ ഉമ്മച്ചിനോട് വന്നു, സംസാരിച്ചു. എന്റെ ഉമ്മച്ചി ഒരുത്തപ്പെട്ട് തന്നു. എന്റെ ഉമ്മച്ചി ചിരിക്കണണ്ട, എന്റെ ഉമ്മച്ചി ചിരിക്കണണ്ട. എന്റെ ഉമ്മച്ചി ചിരിച്ചു. ഞാൻ എന്റെ ഉമ്മച്ചിന്റെ അടുത്ത്, എന്റെ ഉമ്മച്ചിയാണിത്, എന്റെ ഉമ്മച്ചിയാണ്. എന്റെ ഉമ്മച്ചി എന്നോട് ചിരിച്ചതാ. എല്ലാം കൈ പൊരുത്തപ്പെടുത്ത ഓടാണ് കേട്ടോ, നിക്കാൻ മടിയായിട്ട് ഓടാണ്. അപ്പൊ ഞാൻ എന്റെ ഉമ്മച്ചിന്റെ അടുത്ത് വന്നു, പൊരുത്തപ്പെട്ട് തന്നു എന്റെ ഉമ്മച്ചി അല്ലേ. അപ്പൊ ഓക്കെ, ബൈ, അസ്സലാമലൈക്കും. ഏതായാലും നല്ല സന്തോഷകരമായ ഒരു കാഴ്ച തന്നെയാണ്. കണ്ടപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിച്ചു കാണും ആ ഉമ്മ തീർച്ചയായിട്ടും എത്ര സഹാനുഭൂതിയോടെയാണ് അല്ലെങ്കിൽ എത്ര ക്ഷമയോട് കൂടിയാണ് ആ ഒരു രംഗത്ത് പെരുമാറിയത് എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. തീർച്ചയായിട്ടും അത്തരത്തിൽ ആ ഉമ്മയും ഷാഹിദ ഷാജിയും നന്നാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ല കാര്യം തന്നെയാണ്. അതിനെ എന്തിനാണ് വിമർശിക്കുന്നത് എന്ന രീതിയിലായിരിക്കും ഈ വീഡിയോ കാണുന്ന തുടക്കത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടാവുക. എന്നാൽ എന്താണ് സംഭവിച്ചത്, ഇതാണോ യഥാർത്ഥത്തിൽ അവിടെ നടന്നത് എന്നൊക്കെ തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും. കാരണം ഏതൊരു ഉമ്മയ്ക്കും സ്വന്തം മകളോട് ചിലപ്പോൾ പൊരുത്തപ്പെട്ട് കൊടുക്കാനൊക്കെ സാധിക്കുമായിരിക്കും. പക്ഷേ ഷാജിദയുടെ ഉമ്മയ്ക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ട് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല. കാരണം സ്വന്തം വീട്ടിൽ നിന്ന് പോലും ഒരു നേരത്തെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന സമയത്ത് ആ വീടിൻ്റെ അടുപ്പിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് അത് കെടുത്തിയ ഉമ്മ പട്ടിണിക്കിട്ട കുട്ടിയാണ് നമ്മുടെ ഷാഹിദ ഷാജി. അതുപോലെ തന്നെ സ്വന്തം ഉമ്മയുടെ ഉടുത്തുണിയില്ലാത്ത വീഡിയോ പോലും എടുത്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ, അതും നമ്മുടെ നാട്ടുകാർ മാത്രമല്ല ഈ ലോകം മൊത്തം കണ്ട വീഡിയോ ആണ്, പോസ്റ്റ് ചെയ്ത ആളാണ്. അത്രയ്ക്കും ഒരു ഉമ്മയെ എങ്ങനെയൊക്കെ മാനം കെടുത്താൻ വേണ്ടി സാധിക്കുമോ അത്രയൊക്കെ മാനം കെടുത്തിയതിന് പുറമെ പറയാൻ പറ്റാത്ത ഒരു മകൾ ഒരു ഉമ്മയോട് എന്നല്ല, ഈ നാട്ടിലാരും മറ്റൊരാളോട് പറയാൻ പറ്റാത്ത തെറികൾ വിളിച്ചു പറഞ്ഞ ആളാണ്. അതിനും പുറത്ത് ഒരുപാട് പൈസയുമായി ബന്ധപ്പെട്ട കള്ളക്കണക്കുണ്ടാക്കി പൊതുജനങ്ങളുടെ മുന്നിൽ തന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞ ആളാണ്. അങ്ങനെയെല്ലാം നുണക്കണകളെല്ലാം പ്രചരിപ്പിച്ചതിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇനി ഞാൻ ഇങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞു പോയ ഷാഹിദ ഷാജി വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്കറിയാൻ താല്പര്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോ നടന്നതിന് ശേഷം അവരുടെ ഇളമയുടെ പുത്രനായ സിനാൻ എന്ന് പറയുന്ന ആൾ ഉമ്മയോട് സംസാരിക്കുകയും എന്താണ് സത്യസന്ധമായി അവിടെ നടന്നത് എന്ന് ഒരു വോയിസ് ക്ലിപ്പ് ആ ഉമ്മയുടെ സമ്മതത്തോടു കൂടി തന്നെ പുറത്തുവിടുകയും ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ആ ഓഡിയോ ക്ലിപ്പ് തീർച്ചയായിട്ടും ഒന്ന് കേട്ടുവരാം. എന്താണ് ഉമ്മയും ഷാഹിദ ഷാജിയും തമ്മിൽ അവിടെ സംഭവിച്ചത്? ഞാൻ മരിച്ച ഖബറിൽ പോയായിരുന്നു എനിക്ക് തെല്ലടി.
അങ്ങനെ ആക്കിയിട്ടല്ലേ പറഞ്ഞു പോയത്. എന്താ ഞാൻ പറയാത്ത ഒന്നുമില്ല. അതൊന്നും അവള് ഊരി എടുത്തിട്ടില്ല. ലാസ്റ്റ് അടുക്കളയിലേക്ക് ഞാൻ വാതിൽ ചാരാനും പോയത് അവള് എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് വീഡിയോ ഇത് ഓണാക്കിയിട്ട് അങ്ങനെയാണ് കുടുങ്ങിയത്. അതിനൊക്കെ ഞാൻ ഇങ്ങനെ തട്ടുണ്ടല്ലോ, തട്ടുണ്ടല്ലോ, അതന്നെ ഉള്ളു, അല്ലാണ്ടൊന്നും എടുത്തിട്ടില്ല. നല്ല പറഞ്ഞു, ഓ എന്റെ കാല് പിടിക്കണു, കരയണു, എന്താണ്. ഞാൻ പറഞ്ഞു നീ കാലല്ല, നീ എവിടെ പിടിച്ചും കാര്യമില്ലടി, ഒരിക്കലും നിനക്ക് ഞാൻ മാപ്പ് തരില്ലടി. അവള് സംഭവം അവള് ഇവിടെ വാടക വീട് കുറെ പേര് വിളിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞാൻ അറിഞ്ഞു. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇവിടെ ഒരു വീട് കിട്ടുമെന്ന് നോക്കിയിട്ടുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. ഇവിടെ അവിടെ അവര് ഇറക്കി വിടാനുള്ള പ്ലാനിങ്ങിലാണ്, അത് നടന്നിട്ടില്ല. അപ്പൊ അവൾക്ക് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വരണം, ആ ഒരു ഇതിനാണ് അവൾ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് 10 ദിവസം ഞാൻ ഇരിക്കാൻ വരും, ഈ ഇരിക്കില്ല ഇതിനുള്ളിൽ, നീ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഇതിനുള്ളിൽ ഇരിക്കില്ല പറഞ്ഞു, വരൂല്ല നീ ഇതിനുള്ളിൽ പറഞ്ഞു. ഇത് മരിക്കോളം എനിക്ക് ഇരിക്കാനുള്ള വീടാണ്, ഇനി ഇതിനുള്ളിൽ നിന്ന് ഞാൻ ഇറങ്ങൂല, ഒരാളെ ഇതിനുള്ളിൽ കയറ്റൂല പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ, നിങ്ങളുടെ മകളുണ്ടല്ലോ. എന്റെ മകള് മറ്റേ മഴ പെയ്ത തോട്ടിൽ വെള്ളം വരുമ്പോഴാണ്, അവള് ഇന്ന് വരും നാളെ പോകും, നാളെ അവളുടെ മാപ്പിള വിളിച്ചാൽ അവള് ആളുടെ മാപ്പിളുടെ കൂടെ പോകും, പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇവിടെ, ഇതിനുള്ളിൽ ഒരാളും വരില്ല പറഞ്ഞു, ഇതിനുള്ളിൽ കേറില്ല പറഞ്ഞു. അല്ല പറഞ്ഞതാ, ഞാൻ നാളെ റംലമായി കേട്ടിട്ടുണ്ട് ഇവിടെ. റംലമായി ഉണ്ട്, ഒരു ഇപ്പോഴത്തെ ഉണ്ട്, സുലു ഉണ്ട്, എല്ലാവരും ഉണ്ട് ഇവിടെ. എല്ലാ കണക്കിന് കൊടുത്തിട്ട് എന്നെ വിട്ടു. എന്റെ ഉമ്മ എന്നെ പൊരുത്തപ്പെട്ട് തന്നു. അതില്ലേ, അത് സദ്യയിൽ വന്ന് എന്നെ പിടിച്ചതാണ്, അതിലാണ് ആ വീഡിയോ എടുത്തത്, അല്ലാണ്ട് അവർക്ക് വീഡിയോ എടുക്കാൻ തന്നെ കിട്ടിയിട്ടില്ല. പിന്നെ ഈ കോള് റെക്കോർഡാട്ടോ മുത്തമ്മ, ഇത് നാളെ വീഡിയോ വരും, ഒന്നും വിചാരിക്കരുത്. ഏത് പറഞ്ഞത് അവള് പറഞ്ഞത് ശരി, ഞാനൊന്നും പൊരുത്തപ്പെട്ട് കൊടുത്തില്ല. പിന്നെ പറഞ്ഞ ആരോ പൈസ തന്നത് തരാമെന്നാണ്, അത് നിന്റെ മക്കൾക്ക് കൊണ്ടു കൊടുക്കുക പറഞ്ഞു. അവൾക്ക് പൈസ ഇല്ലാണ്ട് അവളിപ്പോ മറ്റേ ഇതിന് നടക്കണല്ലോ, ഗൂഗിൾ പേന്റെ സ്കാനർ ഇട്ടിട്ട് പൈസ ഉണ്ടാക്കാൻ നടക്കണം. അങ്ങനെയല്ല, അത് ആരോ കൊടുത്തിരിക്കാത്ര, എനിക്ക് കൊടുക്കാം. എനിക്ക് ആദ്യം അവള് ഇവിടെ ഉള്ളപ്പോഴേ എനിക്ക് ആൾക്കാർ പൈസ തരലുണ്ട്, 500 ആയിട്ട് 1000 ആയിട്ട് എനിക്ക് തരലുണ്ട്. അപ്പൊ അതുപോലെ അത് തരാൻ വേണ്ടി ഞാൻ വന്നതാണ് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു, അത് നിന്റെ മക്കളെ എത്തിയുമല്ല, നിന്റെ മക്കളെ കൊണ്ട് കൊടുക്കുക പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, ഇവിടെ എനിക്ക് വരാൻ പറ്റില്ല, എവിടെയെങ്കിലും പോയിക്കോ, 2 സെന്റ് 3 സെന്റ് സ്ഥലം വാങ്ങി അവിടെ പോയി നീ എവിടെയെങ്കിലും വെച്ച് കെട്ടി ഇരിക്കില്ല, നീ മാപ്പണ്ടോട് പോകാം, അവരിൽ പോന്നൊക്കെ പറഞ്ഞു ഞാന്. ശരി ശരി, ഞാനൊന്നും പൊരുത്തപ്പെട്ടില്ല. അവിടെ എന്നെ കാണിച്ചു ഞാൻ എങ്ങനെ അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടതോടുകൂടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, ഷാഹിദ ഷാജിയുടെ മറ്റൊരു നാടകം കൂടി ഇവിടെ പൊളിഞ്ഞിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് സത്യം. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുത്തത്. അല്ലാത്ത കാലത്തോളം ഒരിക്കലും ഫസ്റ്റ് വീഡിയോ ഷാഹിദ ഷാജിയുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു, ഉമ്മയുമായി നന്നായപ്പോൾ അൽഹംദുലില്ലാ എന്ന് വിചാരിച്ചു ആ വീഡിയോയെക്കുറിച്ച് നമ്മളൊന്നും റിയാക്ട് ചെയ്യാനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ ഒന്നും തന്നെ പോയില്ല. പക്ഷേ അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിയുന്നതിന് മുന്നേ തന്നെ വീഡിയോ വന്നു. അപ്പോൾ തന്നെ പറയുന്നുണ്ട് അതിൽ കള്ളത്തരമാണ്, അങ്ങനെ ഒരു സീൻ അവിടെ നടന്നിട്ടില്ല എന്ന്. വീണ്ടും ഞാൻ ആ വീഡിയോ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കേട്ടു നോക്കിയപ്പോൾ ആ വീഡിയോയിൽ തന്നെ ഉമ്മ പറയുന്നുണ്ട് അടുക്കളയിൽ നിന്ന് ആര് പൊരുത്തപ്പെട്ട് തന്നു എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഷാഹിദ ഷാജി ബാക്കിയുള്ള വീഡിയോയിൽ കാണിക്കുന്നില്ല. അവിടെ വെച്ച് കട്ടാക്കിയിട്ട് ഒരു കഷ്ണം മാത്രം എടുത്തുകൊണ്ട് ഒരു വീഡിയോ അങ്ങോട്ട് ഇറക്കുകയാണ് ചെയ്തത്. എന്തിന്? ഷാഹിദ ഷാജിക്ക് ഉമ്മയുടെ പൊരുത്തമൊന്നുമല്ല ആവശ്യം. ഷാഹിദ ഷാജിക്ക് പൊതുജനങ്ങളുടെ മുന്നിലേക്ക് ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എൻ്റെ ഉമ്മ എന്നോട് പൊരുത്തപ്പെട്ട് തന്നു എന്ന് പറയുന്ന ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് മണ്ണാർക്കാട് ഷെരീഫ് എന്ന് പറയുന്ന യൂട്യൂബറുമായി ഏറ്റുമുട്ടിയതിനു ശേഷം ഷാഹിദ ഷാജിയുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ തീർച്ചയായിട്ടും അവരുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമ്മളെല്ലാം ചെയ്യുന്നത് പോലെ വളരെ മാന്യമായ രീതിയിലുള്ള സംസാര ഭാഷകളും വീഡിയോകളുമായിട്ട് കുട്ടികളും കൂട്ടി അടുക്കളയിൽ നിന്ന് ഭക്ഷണം പാചകം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോകളെല്ലാം വളരെ ഡീസൻ്റായ ഒരു കുടുംബസ്ത്രീ എങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത്, ഒരു ഉമ്മ എങ്ങനെയൊക്കെയാണോ മക്കളോട് പെരുമാറേണ്ടത്, ആ രീതിയിലേക്കൊക്കെ ഷാഹിദ ഷാജിക്ക് ഒരു അടക്കവും ചിട്ടയും ജീവിതത്തിൽ വന്നു എന്ന് ഞാൻ കരുതി. പക്ഷെ അതിൽ നിന്ന് വീണ്ടും മാറിയിരിക്കുകയാണ്. കാരണം ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മൾ ഉമ്മയുടെയും ബാപ്പയുടെയും എല്ലാം വിലയും അതുപോലെ തന്നെ അവരുടെ ഒരു പ്രസൻസും എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടാൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഈ സ്ത്രീക്ക് അങ്ങനെയൊന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. ഈ ഉമ്മയെ തള്ള എന്ന് വിളിച്ചുകൊണ്ട് മാത്രമാണ് അഭിസംബോധന ചെയ്തിരുന്നത്. അതുപോലെ തന്നെ സ്വന്തം മുപ്പയെ ഭ്രാന്തനാക്കി മാറ്റിയതിൻ്റെ വിറകിലും ഈ ഉമ്മയുടെ കൈകളാണ് എന്നിവരെ പറഞ്ഞു വെക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. തീർച്ചയായിട്ടും ഷാഹിദ ഷാജിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് മണ്ണാർക്കാടിൽ നിന്നും ഷെരീഫിൻ്റെ നാട്ടിൽ നിന്നും തീർച്ചയായിട്ടും ഷാഹിദ ഷാജിയോട് ഇറങ്ങിപ്പോകാൻ വേണ്ടി നമ്മുടെ വാടക വീടിൻ്റെ ഉടമ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. മറ്റൊരു വീട് അവിടെ ആരും കൊടുക്കുന്നുമില്ല. ആ ഒരു പ്രശ്നം വന്ന സമയത്ത് ഷാഹിദ ഷാജി വീണ്ടും നെല്ലിക്കാട് എന്ന് പറയുന്ന അവരുടെ തറവാട് നിൽക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഒരുപാട് ആൾക്കാരോട് വീട് അന്വേഷിച്ച് നോക്കി. വാടകയ്ക്ക് എവിടെയും വീട് കിട്ടാനില്ല. കാരണം
എവിടെയൊക്കെ പോയി താമസിച്ചിട്ടുണ്ടോ അവിടെയുള്ള ആൾക്കാരോട് മൊത്തം കച്ചറ ഉണ്ടാക്കിയതിന് ശേഷം ആ നാട്ടിൽ ഒരു കുപ്രസിദ്ധി നേടിയെടുക്കുക എന്ന് പറയുന്നത് ഇവരുടെ ഒരു രീതിയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ നാട്ടിലും വാടകയ്ക്കൊരു വീട് പോലും കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ 10 ദിവസമാണെങ്കിൽ 10 ദിവസം എനിക്ക് നിൽക്കാൻ തൻ്റെ തറവാട്ടിലേക്ക് തിരിച്ചു പോകണമെന്നൊരാഗ്രഹം ഷാഹിദ ഷാജിക്കുണ്ട്. അതുകൊണ്ടാണ് ഷാഹിദ ഷാജി ഒരു 2000 രൂപ ആരോ അയച്ചു കൊടുക്കാമെന്ന പേരും പറഞ്ഞുകൊണ്ട് ഉമ്മ താമസിക്കുന്ന വീട്ടിലേക്ക് വരുന്നത്. അവിടെ നിന്ന് ബേക്കിൽ കൂടി കെട്ടിപ്പിടിച്ചതിന് ശേഷം എടുത്ത വീഡിയോ ആണ് നമ്മൾ ആദ്യം കണ്ടത്. അതാണ് ഷാഹിദ ഷാജി പറയുന്നത്, എൻ്റെ ഉമ്മ എന്നോട് ക്ഷമിച്ചു എന്ന് പറയുന്നു. അത് നമ്മൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഉമ്മയ്ക്ക് 2 ചുംബനമൊക്കെ കൊടുക്കുന്നത് നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും അത്തരം നല്ല കാര്യങ്ങളാണ്. ഉമ്മ പൊരുത്തപ്പെട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വിഷയം അവിടെ വെച്ച് തീരുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഉമ്മയ്ക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം അത്രമാത്രം വേദന, അത്രമാത്രം കളിയാക്കലുകൾ, അത്രമാത്രം എല്ലാം ആ ഉമ്മ സഹിച്ചു കഴിഞ്ഞതാണ്. അതിനുള്ള വില ഇതൊന്നുമല്ല. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഉമ്മ പറയാനുള്ള കാരണം. പിന്നെ ഉമ്മ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം, എൻ്റെ മരണം വരെ എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ താമസിക്കുകയുള്ളൂ എന്നും മറ്റൊരാളും ഞാൻ അവിടെ താമസിക്കാൻ വേണ്ടി സമ്മതിക്കുകയില്ല, ഒരു നിമിഷം പോലും ഷാഹിദ ഷാജിയെ വീട്ടിൽ കയറ്റുകയില്ല എന്ന് ഉമ്മ ഒരിക്കൽ കൂടി പറയുകയാണ്. കാരണം ഉമ്മയെ കൊണ്ട് പറയിപ്പിക്കുന്നത് ആ ഉമ്മ അനുഭവിച്ച വേദനയുടെ തീവ്രതയുടെ ആയത്തിൻ്റെ ഒരു വിലയാണത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ആ ഉമ്മ തൻ്റെ അടി ആയതുകൊണ്ടോ അല്ലെങ്കിൽ സ്വന്തം മകളെ അംഗീകരിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവരോടുള്ള വെറുപ്പ് കൊണ്ടോ ഒന്നുമല്ല എന്നുള്ളത് കൂടി ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായമായി രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം. ഇത് തന്നെയാണ് ഷാഹിദ ഷാജിയുടെ മറ്റൊരു മുഖം. പണ്ടൊക്കെ ഷാഹിദ ഷാജി വീഡിയോ ചെയ്യുന്ന സമയത്ത് അവർ കരയുമ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകർ കരയുമായിരുന്നു, അവർ ചിരിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകർ ചിരിക്കുമായിരുന്നു. ഇപ്പോൾ തലതിരിച്ചാണ്. ഷാഹിദ ഷാജി കരയുമ്പോൾ പ്രേക്ഷകർ ചിരിക്കും, ഷാഹിദ ഷാജി ചിരിക്കുമ്പോൾ പ്രേക്ഷകർ കരയും. കാരണം അവരുടെ വീഡിയോ അത്തരത്തിലാണ് അവർ പുറത്തേക്ക് വിടുന്നത്. അതിൽപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ് ഇത്. ഉമ്മയുമായി നന്നായി എന്ന് പറയുന്ന വീഡിയോ പുറത്തു വിടുന്നു. ഉമ്മ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്ന് പറയേണ്ട ഒരവസ്ഥ വരുന്നു. ഇതിൻ്റെ മുന്നേ ഇത്തരത്തിൽ ബന്ധപ്പെട്ട ഒരു വീഡിയോ പുറത്തുവിട്ടതുമായി ബന്ധപ്പെട്ട കച്ചറയാണ് അവസാനമായിട്ട് ഉമ്മയെ തെറി പറയുന്നതിലേക്കും അതുപോലെ തന്നെ ഉമ്മയുടെ വൃത്തികെട്ട വീഡിയോ സമൂഹ മാധ്യമങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിലേക്കും എല്ലാം ഷാഹിദ ഷാജിക്ക് പോകേണ്ടതായിട്ട് വന്നത്. തീർച്ചയായിട്ടും തിരുത്തുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.